വചനദീപം. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 22 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 22 മുതൽ 34 വരെ. അവൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, ആകയാൽ എന്തു തിന്നും എന്ന് ജീവനായിക്കൊണ്ടും എന്തുടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലോ. കാക്കയെ നോക്കുവിൻ, അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അതിന് പണ്ടികശാലയും കളപ്പുരയും ഇല്ല, എങ്കിലും ദൈവം അതിനെ പുലർത്തുന്നു. പറവജാതിയേക്കാൾ നിങ്ങൾ എത്ര വിശേഷതയുള്ളവർ! പിന്നെ വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തിൽ ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? ആകയാൽ ഏറ്റവും ചെറിയതിനു പോലും നിങ്ങൾ പോരാത്തവരെങ്കിൽ ശേഷമുള്ളതിനെക്കുറിച്ച് വിചാരപ്പെടുന്നത് എന്ത്? താമര എങ്ങനെ വളരുന്നു എന്ന് വിചാരിപ്പിൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതുമില്ല. എന്നാൽ ശലോമോൻ പോലും തൻ്റെ സകല മഹത്വത്തിലും ഇവയിലൊന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ഉടുപ്പിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങളെ എത്ര അധികം! എന്തു തിന്നും എന്തു കുടിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ച് ചഞ്ചലപ്പെടരുത്. ഈ വകയൊക്കെയും ലോകജാതികൾ അന്വേഷിക്കുന്നു. നിങ്ങളുടെ പിതാവോ ഇവ നിങ്ങൾക്ക് ആവശ്യം എന്നറിയുന്നു. അവൻ്റെ രാജ്യം അന്വേഷിപ്പിൻ, അതോടുകൂടെ നിങ്ങൾക്ക് ഇതും കിട്ടും. ചെറിയ ആട്ടിൻകൂട്ടമേ, ഭയപ്പെടരുത്. നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. നിങ്ങൾക്കുള്ളത് വിറ്റ് ഭിക്ഷ കൊടുപ്പിൻ. കള്ളൻ അടുക്കുകയോ പുഴു കെടുക്കുകയോ ചെയ്യാത്ത സ്വർഗത്തിൽ പഴകിപ്പോകാത്ത മടിശീലകളും തീർന്നു പോകാത്ത നിക്ഷേപവും നിങ്ങൾക്ക് ഉണ്ടാക്കിക്കൊള്ളുവിൻ. നിങ്ങളുടെ നിക്ഷേപം ഉള്ളിടത്ത് നിങ്ങളുടെ ഹൃദയവും ഇരിക്കും. വളരെ പ്രസിദ്ധമായ ഒരു ഉപമയ്ക്ക് ശേഷം കർത്താവ് പറഞ്ഞ കാര്യങ്ങളാണ് നാം ഇവിടെ വായിച്ചത്. ഒരു ധനവാനായ മനുഷ്യന് വളരെ വിളവ് ലഭിച്ചു. താൻ തൻ്റെ കളപ്പുര പൊളിച്ച് വലുത് പണിത് തൻ്റെ സമ്പാദ്യവും വിളവുമെല്ലാം വളരെ നാളത്തേക്ക് സൂക്ഷിച്ചു വയ്ക്കും. ഇനി വളരെ നാൾ യാതൊരു പ്രശ്നവുമില്ലാതെ ജീവിക്കും എന്നൊക്കെ തന്നോട് തന്നെ പറഞ്ഞ ആ ധനികനോട് ദൈവം ആ രാത്രിയിൽ അവൻ്റെ പ്രാണനെ ചോദിച്ചാൽ താൻ ഈ ഭാവിക്ക് വേണ്ടി കരുതി വെച്ചതൊക്കെ ആർക്കാകും എന്ന ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ആ ഉപമ അവസാനിച്ചത്. അതിനുശേഷം കർത്താവ് പറഞ്ഞു, ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവൻ്റെ കാര്യം ഇങ്ങനെയാകുന്നു. തനിക്ക് തന്നെ നിക്ഷേപിക്കുക എന്ന് വച്ചാൽ ദൈവവിഷയമായി സമ്പന്നനാകാതിരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. സ്വന്തം കാര്യം മാത്രം നോക്കുക, കിട്ടുന്നതെല്ലാം എനിക്ക് എന്ന് ചിന്തിക്കുന്നയാൾ ദൈവവിഷയമായി സമ്പന്നനല്ല എന്നാണ് ആ ഉപമയിലൂടെ കർത്താവ് പറഞ്ഞത്. പിന്നീട് താൻ ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞു. അവരോട് താൻ പറയുകയാണ്, എന്തു തിന്നും എന്തൊടുക്കും എന്ന് നിങ്ങൾ വിചാരപ്പെടരുത്. ഈ രണ്ട് കാര്യങ്ങളും ആവശ്യമാണ്. മനുഷ്യന് ഭക്ഷണം കഴിക്കണം, വസ്ത്രം ധരിക്കണം. ഇത് അനാവശ്യമായ ഒരു കാര്യമാണ് എന്ന് കർത്താവ് പറഞ്ഞില്ല. പിന്നെ താൻ പറഞ്ഞത് അവയ്ക്ക് വേണ്ടി വിചാരപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ്. ഭക്ഷണത്തിന് വേണ്ടിയും വസ്ത്രത്തിന് വേണ്ടിയും മനുഷ്യൻ ചെയ്യേണ്ട കാര്യമുണ്ട്. അത് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ ജോലി ചെയ്യണം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ജോലി ചെയ്യാൻ വേണ്ടിയാണ്. ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചാക്കിയത് ജോലി ചെയ്യാനാണ്. ദൈവം മനുഷ്യനെക്കുറിച്ച് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ജോലി ചെയ്യാൻ മനസ്സില്ലാത്തവൻ, പണിയെടുക്കാൻ മനസ്സില്ലാത്തവൻ ഭക്ഷണം കഴിക്കരുത് എന്നാണ് പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഭക്ഷണത്തിനായും വസ്ത്രത്തിനായും മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾക്കായി മനുഷ്യൻ ജോലി ചെയ്യണം. ജോലി ചെയ്യാതെ ആരോഗ്യമുള്ള ഒരാൾ ജീവിക്കണം എന്ന് ബൈബിൾ ഒരിടത്തും പഠിപ്പിക്കുന്നില്ല.
നിങ്ങൾ ഇതിനു മുമ്പ് നാം വായിച്ച ആ ഉപമ ശ്രദ്ധിച്ചാൽ, ആ ധനവാനായ മനുഷ്യന് വളരെ വിളവുണ്ടായി. അവൻ തൻ്റെ വിളവും വസ്തുവകയും തൻ്റെ കളപ്പുരയിൽ, പുതിയ കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതിൻ്റെ ഉദ്ദേശം ദീർഘനാൾ ജോലി ചെയ്യാതെ ജീവിക്കാമെന്നതാണ്. അതായിരുന്നു എൻ്റെ ആഗ്രഹം. ദൈവം അത് മനുഷ്യനെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ജോലി ചെയ്ത് ജീവിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ജോലി ചെയ്ത് സമ്പാദ്യം ഉണ്ടാക്കുന്നതുകൊണ്ട്, പണം ഉണ്ടാക്കുന്നതുകൊണ്ട്, ഭക്ഷണത്തിനും വസ്ത്രത്തിനും വേണ്ടതുണ്ടാക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല. പക്ഷേ ഇവിടെ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്, നിങ്ങൾ ഭക്ഷണത്തിനായും ഉടുപ്പിനായും വിചാരപ്പെടരുത്. നിങ്ങൾ ഭക്ഷണത്തിനായും ഉടുപ്പിനായും ജോലി ചെയ്യാം, കുഴപ്പമില്ല, പക്ഷെ വിചാരപ്പെടരുത്. ജോലി ചെയ്യുന്നയാൾക്ക് വിചാരപ്പെടാൻ സമയമില്ലല്ലോ. വിചാരപ്പെടുന്നയാൾ ജോലിയും ചെയ്യാറില്ല. ഭാവിയെ ഓർത്ത് വിചാരപ്പെട്ട് എന്തു സംഭവിക്കും എന്ന് ചിന്തിച്ച് സമയം ചിലവാക്കുന്നയാളാണ് വിചാരപ്പെടുന്നയാൾ. കർത്താവ് ശിഷ്യന്മാരെ വിചാരപ്പെടാതിരിക്കുവാൻ വേണ്ടി ഉദ്ബോധിപ്പിക്കുന്ന ഭാഗമാണല്ലോ ഇത്. അവിടെ താൻ പറയുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമത്, ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലോ. നമുക്ക് ജീവിച്ചിരിക്കാൻ ഭക്ഷണം ആവശ്യമാണ്, ജീവൻ നിലനിർത്താൻ ഭക്ഷണം ആവശ്യമാണ്. എന്നാൽ ഭക്ഷണത്തേക്കാൾ വലുതാണ് ജീവൻ. ജീവൻ നമുക്ക് ലഭിച്ചത് എങ്ങനെയാണ്? നാം എന്തെങ്കിലും ചെയ്തിട്ടാണോ? അല്ല, ദൈവം ദാനമായി നൽകിയതാണ് ജീവൻ. ദൈവത്തിൽ വിശ്വസിക്കാത്തവർ പോലും അവരൊന്നും ചെയ്തിട്ടല്ല അവർക്ക് ജീവൻ ഉണ്ടായത്. ദൈവത്തിൽ വിശ്വസിക്കുന്നവർ ദൈവമാണ് അവർക്ക് ജീവൻ നൽകിയതെന്ന് വിശ്വസിക്കുന്നു. ആ ജീവൻ നിലനിർത്താനാണ് ഭക്ഷണം. ഭക്ഷണം ജീവനേക്കാൾ വലുതല്ല. അതുകൊണ്ട് യേശു എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? നിങ്ങളൊന്നും ചെയ്യാതെ നിങ്ങൾക്ക് ലഭിച്ച ജീവൻ അത് ഞാൻ തന്നതാണ്. അത് നിലനിർത്താൻ വേണ്ടിയുള്ള ഭക്ഷണത്തെക്കുറിച്ച് നിങ്ങൾ അങ്ങനെ വ്യാകുലപ്പെടേണ്ട കാര്യമുണ്ടോ? അതാണ് യേശു ഇവിടെ ചോദിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ശരീരം. നമ്മുടെ ശരീരം, അതും നാം ഒന്നും ചെയ്തിട്ടല്ല നമുക്ക് ലഭിച്ചത്. കുറച്ച് എക്സർസൈസൊക്കെ ചെയ്താൽ കുറച്ച് മസിലൊക്കെ ഉണ്ടാക്കാമെങ്കിലും ശരീരത്തിൻ്റെ പ്രാഥമികമായ ഘടന മാറ്റാനോ തൊലിയുടെ നിറം മാറ്റാനോ ഉയരം കൂട്ടാനോ ഒന്നും മനുഷ്യന് സാധിക്കില്ല. ശരീരം ദൈവം നൽകിയതാണ്. ഈ ശരീരത്തെക്കാൾ വലുതല്ല വസ്ത്രം. ഈ ശരീരത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് വസ്ത്രം. തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വസ്ത്രം. ആ ശരീരത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള വസ്ത്രത്തെക്കുറിച്ച് നിങ്ങൾ അമിതമായി വ്യാകുലപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ രണ്ട് ആവശ്യങ്ങൾ, ഭക്ഷണവും വസ്ത്രവും, രണ്ടും രണ്ട് തരത്തിലുള്ള ആവശ്യമാണ്. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമുക്ക് വിശക്കും, അത് നമ്മുടെ ശരീരത്തെ ബാധിക്കും. വസ്ത്രം അത് നമ്മെ തണുപ്പിൽ നിന്ന് രക്ഷിക്കുമെന്ന് മാത്രമല്ല, അത് നമ്മുടെ നാണം മറയ്ക്കുവാനും നാം ഉപയോഗിക്കുന്നു. ഭക്ഷണം നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയാണെങ്കിൽ നാം മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിതരാകാതിരിക്കാൻ വേണ്ടിയാണ് വസ്ത്രം ധരിക്കുന്നത്. അപ്പോൾ ദൈവം നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യവും സാമൂഹികമായ നമ്മുടെ ആവശ്യവും നിറവേറ്റുന്നവനാണ് എന്നാണ് കർത്താവ് ഇവിടെ പറഞ്ഞത്. നമുക്കറിയാമല്ലോ, കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ താൻ ആദ്യം ചെയ്ത അത്ഭുതം, ഒരു കല്യാണ വീട്ടിൽ സദ്യയ്ക്ക് വീഞ്ഞ് തീർന്നു പോയി അത് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അന്നവിടെ വീഞ്ഞ് തീർന്നു പോയിരുന്നെങ്കിൽ ആ വീട്ടുകാർക്ക് അതൊരു വലിയ അപമാനമായേനെ. യേശുവിനെയും തൻ്റെ കൂടെയുള്ള 12 ശിഷ്യന്മാരെയും വിളിച്ചു ആ കല്യാണത്തിന്. അങ്ങനെ 13 പേർ അധികമായി വന്നതുകൊണ്ടാണ് വീഞ്ഞ് തീർന്നു പോയത് എന്ന് പറയാനിടയാക്കാത്ത വിധത്തിൽ കർത്താവ് അവിടെ ആവശ്യത്തിലധികം വീഞ്ഞ്, മാത്രമല്ല അവരുടെ വീട്ടിലുണ്ടായിരുന്നതിൽ നല്ല വീഞ്ഞ് അവിടെ ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ അവരുടെ സാമൂഹികമായ ആവശ്യം താൻ നടത്തി കൊടുത്തു. കർത്താവ് അത് വീണ്ടും പല സ്ഥലത്തും ചെയ്തതായി നാം വായിക്കുന്നുണ്ട്. കർത്താവിൻ്റെ പ്രസംഗം കേൾക്കുവാനായിട്ട് ആളുകൾ മരുഭൂമിയിൽ വന്നു. അവർ 2-3 ദിവസമായി കർത്താവിൻ്റെ കൂടെയുണ്ട്. ശിഷ്യന്മാർ പറഞ്ഞു, അവരെ പറഞ്ഞു വിട്, അടുത്തുള്ള ഊരുകളിൽ എങ്ങാനും പോയി ഒരു ഭക്ഷണം വാങ്ങട്ടെ. അവരുടെ പൈസ ഉണ്ടെങ്കിൽ വാങ്ങാം, പൈസ ഇല്ലെങ്കിൽ അവർ പോയി ഭിക്ഷ യാചിക്കേണ്ടി വരും. എന്തിനാണ് നിങ്ങൾ ഭിക്ഷ യാചിക്കുന്നതെന്ന് ആളുകൾ ചോദിച്ചാൽ, ഞങ്ങൾ യേശുവിൻ്റെ പ്രസംഗം കേൾക്കാൻ വന്നതാണ്, ഇപ്പോൾ വിശക്കുന്നു. അങ്ങനെ അപമാനിതരാകാൻ കർത്താവ് അനുവദിച്ചില്ല. അവർക്ക് താൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. ദൈവം നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങൾ മാത്രമല്ല, നമ്മുടെ സാമൂഹികമായ ആവശ്യവും നിറവേറ്റുന്നവനാണ്. അതാണ് ഭക്ഷണവും വസ്ത്രവും നമ്മെ കാണിക്കുന്നത്. ഇനി താൻ വിചാരപ്പെടുന്നതിനെക്കുറിച്ച്, ഭക്ഷണത്തെക്കുറിച്ചും വസ്ത്രത്തെക്കുറിച്ചും വിചാരപ്പെടുന്നത്
അനാവശ്യമാണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. അതിന് താൻ എടുക്കുന്ന ഉദാഹരണം കാക്കയാണ്. 24-ാം വാക്യത്തിൽ, കാക്കയെ നോക്കുവിൻ, അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അതിന് പണ്ടികശാലയും കളപ്പുരയും ഇല്ല. ഇപ്പോൾ തന്നെ കളപ്പുര പണിത് ധാന്യം സൂക്ഷിച്ചു വയ്ക്കാൻ ശ്രമിച്ച ഒരു ധനികനായ വിഡ്ഢിയെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്. അവിടെ നിന്ന് നേരെ താൻ കാക്കയെക്കുറിച്ച് പറയുകയാണ്. ഒരു കാക്കയും ചരിത്രത്തിലൊരിക്കലും വിതയ്ക്കുകയോ കൊയ്യുകയോ കളപ്പുരയുണ്ടാക്കി വയ്ക്കുകയോ ചെയ്തിട്ടില്ല. എങ്കിലും കാക്കയ്ക്ക് ദൈവം ഭക്ഷണം കൊടുക്കുന്നു. കരയുന്ന കാക്കയ്ക്കും ഭക്ഷണം കൊടുക്കുന്ന ദൈവം. അത് വിതച്ചിട്ടല്ല, കൊയ്തിട്ടല്ല. ഭക്ഷണത്തിന് വേണ്ടിയും വസ്ത്രത്തിന് വേണ്ടിയും വ്യാകുലപ്പെടുന്നത് അനാവശ്യമായ ഒരു കാര്യമാണ് എന്ന് കാണിക്കാനാണ് കർത്താവ് കാക്കയുടെ ഉദാഹരണം എടുത്തത്. കാരണം നിങ്ങളുടെ പിതാവാണ് കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത്. ദൈവം നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങൾ ഈ കാക്കയേക്കാൾ എന്ത് വിശേഷതയുള്ളവരാണ്? തീർച്ചയായും ദൈവം നിങ്ങളുടെ കാര്യം നോക്കുകയില്ലയോ എന്നാണ് കർത്താവ് അവിടെ പഠിപ്പിക്കുന്നത്. പിന്നെ 25-ാം വാക്യത്തിൽ, വിചാരപ്പെടുന്നതിനാൽ നിന്റെ നീളത്തിൽ ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? ഒരു മുഴം എന്ന് പറഞ്ഞാൽ ഒരടിയിൽ കൂടുതലാണ്. ഇത്രയും ഒരാളുടെ ഉയരം കൂട്ടാൻ ഒരു എക്സർസൈസിനും ഒരു ഹോർമോൺ ചികിത്സയ്ക്കും കഴിയില്ല. ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, കർത്താവ് ഒരിക്കലും പറഞ്ഞില്ല മനുഷ്യൻ ചന്ദ്രനിൽ പോകില്ലെന്നോ ബഹിരാകാശ യാത്ര നടത്തില്ലെന്നോ. ഇങ്ങനത്തെ വലിയ വലിയ കാര്യങ്ങളൊന്നും മനുഷ്യൻ ചെയ്യില്ല എന്ന് കർത്താവ് പറഞ്ഞില്ല. പക്ഷേ കർത്താവ് പറഞ്ഞ ചില നിസ്സാര കാര്യങ്ങളുണ്ട്. അതിലൊന്നാണിത്. മനുഷ്യൻ്റെ നീളത്തോട് ഒരു മുഴം കൂട്ടാൻ സാധിക്കുമോ? നിൻ്റെ തലയിലെ മുടിയുടെ നിറം മാറ്റാൻ സാധിക്കുമോ? പെയിൻ്റ് അടിച്ച് മാറ്റാമെന്നുള്ളതല്ലാതെ തലയിൽ നിന്ന് കിളുത്തു വരുന്ന മുടിയുടെ നിറം മാറ്റാൻ ആരെക്കൊണ്ട് സാധിക്കില്ല. ഇത്തരം നിസ്സാരങ്ങളായ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്നാണ് കർത്താവ് പറയുന്നത്. പിന്നെ വിചാരപ്പെട്ടതുകൊണ്ട് എന്താണ് കാര്യം? വിചാരപ്പെടുന്നത് അനാവശ്യമാണ്, അതുകൊണ്ട് പ്രയോജനവുമില്ല എന്ന് കർത്താവ് ഇപ്പോൾ പറയുന്നു. വീണ്ടും താൻ 2 ഉദാഹരണങ്ങൾ എടുക്കുകയാണ്. താമര എങ്ങനെ വളരുന്നു എന്ന് വിചാരിപ്പിൻ. താമര ചെടിയിൽ വളരുന്ന ഒരു പുഷ്പമാണ്, വളരെ ഭംഗിയുള്ളതാണ്. ആരും താമര നടാറില്ല, തനിയെ കിളിർത്തു വരുന്നതാണ്. എന്നാൽ ശലോമോൻ പോലും തൻ്റെ സകല മഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വസ്ത്രധാരണത്തിൽ ശലോമോൻ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. ശേബാരാജ്ഞി വന്ന് തൻ്റെ മഹത്വം കണ്ടതാണ്. വളരെ പകിട്ടുള്ള വസ്ത്രം ധരിക്കുകയും വളരെ മൂടിയായി ജീവിക്കുകയും ചെയ്തയാളാണ് ശലോമോൻ. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ശലോമോൻ ഒരു അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. കാരണം അത്ര മഹത്വസമ്പന്നനായ ഒരു രാജാവ് ഇസ്രായേലിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ ശലോമോൻ തൻ്റെ എല്ലാവിധ സ്വത്തും ജ്ഞാനവും ഉപയോഗിച്ച് ശ്രമിച്ചിട്ട് പോലും ഈ ചെളിയിൽ വളർന്നു നിൽക്കുന്ന ഒരു താമരയുടെ ഭംഗി അയാൾക്കില്ലായിരുന്നു. 28-ാം വാക്യത്തിൽ, ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ഉടുപ്പിക്കുന്നുവെങ്കിൽ എന്ന് വച്ചാൽ, വയലിലെ പുല്ല് അതിന് ഒരു ദിവസത്തെ ആയുസുള്ളൂ. ഒരു ദിവസം. ശലോമോൻ 58 വർഷം ജീവിച്ചിരുന്നയാളാണ്. ഒരു ദിവസം ജീവിക്കുന്ന പുല്ലിനെ ദൈവം ഇങ്ങനെ അണിയിച്ചൊരുക്കുന്നുവെങ്കിൽ എന്ന് വച്ചാൽ ആ പുല്ലിനെ ദൈവം മനഃപൂർവ്വമായി ഭംഗി പിടിപ്പിക്കുകയാണെന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ അത് വെറുതെ കിളുത്തു വന്നു എന്നുള്ളതല്ല. ദൈവം ആക്റ്റീവ്ലി അതിനെ ഭംഗിയാക്കുക എന്നാണ് കർത്താവ് പറയുന്നത്. അങ്ങനെ ദൈവം ഈ വിലയില്ലാത്ത പുല്ലിനെ ഭംഗിയുള്ളതാക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കാര്യമൊന്ന് ഓർത്തു നോക്കൂ. നിങ്ങൾക്ക് ഈ പുല്ലിനേക്കാൾ, ഈ കാക്കയേക്കാൾ, ഈ താമരയേക്കാളൊക്കെ വിലയില്ലേ? അപ്പോൾ ഈ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വിചാരപ്പെടുന്നത്, ചഞ്ചലപ്പെടുന്നത് എത്ര പ്രയോജനമില്ലാത്ത കാര്യമാണ്. അതിൻ്റെ യാതൊരു ആവശ്യവുമില്ല. 28-ാം വാക്യത്തിൽ കർത്താവ് ശിഷ്യന്മാരെ അല്പവിശ്വാസികളെ എന്നാണ് വിളിക്കുന്നത്. പുല്ലിനും താമരയ്ക്കും ഒന്നും വിശ്വാസം ഉണ്ടെന്നല്ല ഇതിൻ്റെ അർത്ഥം. അവരെയൊക്കെ ദൈവം പൂറ്റുന്നു. അങ്ങനെയാണെങ്കിൽ ഒരല്പം വിശ്വാസമുള്ള നിങ്ങളുടെ കാര്യം നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുമല്ല. നിങ്ങളുടെ വിശ്വാസം കുറവാണ്, പക്ഷേ ദൈവം നിങ്ങളുടെ കാര്യം നോക്കും. 30-ാം വാക്യം, എന്തു തിന്നും എന്തു കുടിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ച് ചഞ്ചലപ്പെടരുത്. ഇപ്പോൾ വിശക്കുന്നതിന് ഭക്ഷണം,
അല്ലെ ഇപ്പോൾ ദാഹിക്കുന്നതിന് വെള്ളം, അതോർത്തല്ല, അതോർത്ത് ചഞ്ചലപ്പെടരുതെന്നല്ല കർത്താവ് പറഞ്ഞത്. ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ, അനേക വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ഭക്ഷണത്തിന് മുട്ടുണ്ടാകാൻ പാടില്ല എന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്ത ഒരു ധനികനെക്കുറിച്ചാണ് നാം കേട്ടത്. അപ്പോൾ 10 വർഷത്തിന് ശേഷം ഞാൻ എന്ത് കഴിക്കും, ഞാൻ എന്ത് കുടിക്കും എന്ന് വിചാരപ്പെടുന്ന ആളുകളുണ്ട്. അതിനുവേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. അങ്ങനെയുള്ളവരെ നോക്കിയാണ് കർത്താവ് പറയുന്നത്, ഭാവിയിൽ ഞാൻ എന്ത് കഴിക്കും, എന്ത് കുടിക്കും, അതിനു വേണ്ടി വിചാരപ്പെടുന്നവർ, ചഞ്ചലപ്പെടുന്നവർ അരുത് എന്നാണ് കർത്താവ് പറയുന്നത്. അങ്ങനെ ചഞ്ചലപ്പെടരുത്, ചിന്തിച്ച് വിചാരപ്പെടരുത് എന്ന് താൻ പറയുന്നു. അതിൻ്റെ കാരണം, അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ദൈവമില്ലാത്തവരാണ്. ഇത് കർത്താവ് വളരെ കർശനമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. 30-ാം വാക്യത്തിൽ ഈ വകയൊക്കെയും ലോകജാതികൾ അന്വേഷിക്കുന്നു. ലോകജാതികൾ എന്ന് പറഞ്ഞാൽ ദൈവമില്ലാത്തവർ, ദൈവവുമായി ബന്ധമില്ലാത്തവർ. അവരാണ് എന്തു തിന്നും എന്തു കുടിക്കും എന്ന് ഭാവിയെ ഓർത്ത് വ്യാകുലപ്പെടുന്നവർ, ചിന്തിച്ച് ചഞ്ചലപ്പെടുന്നവർ. പ്രിയ സുഹൃത്തെ, നിങ്ങൾ അത്തരത്തിലുള്ള ഒരാളാണോ? ഭാവിയിൽ എന്തു സംഭവിക്കും അതിനുവേണ്ടി അമിതമായി ചഞ്ചലപ്പെടുകയും വിചാരപ്പെടുകയും ചെയ്യുന്ന ആളാണോ? അങ്ങനെ ഉള്ള ആളാണെങ്കിൽ നിങ്ങളെ നോക്കി യേശു ഇന്ന് പറയുന്നത് നിങ്ങൾ ദൈവമില്ലാത്തവനാണെന്നാണ്. നിങ്ങൾക്ക് ദൈവവിശ്വാസം ഇല്ല. നിങ്ങൾ പള്ളിയിൽ പോകുന്നുണ്ടായിരിക്കും, വേദോസ്തം എടുത്തുകൊണ്ട് നടക്കുന്നുണ്ടായിരിക്കും, പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് ദൈവവിശ്വാസമില്ല. ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ലോകജാതികളെപ്പോലെ പെരുമാറുകയില്ല. ഇതുവരെ കർത്താവ് വിചാരപ്പെടുന്നതിനെക്കുറിച്ചും ദൈവം നമുക്ക് വേണ്ടി കരുതുന്നതിനെക്കുറിച്ചും ഒക്കെയാണ് പറഞ്ഞതെങ്കിലും ഇവിടെ താൻ വളരെ കർശനമായ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. നിങ്ങൾ ഭാവിയെ ഓർത്ത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഭൗതിക കാര്യങ്ങളെ ഓർത്ത് വിചാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവമില്ലാത്തവനാണ്. എന്നിട്ട് താൻ പറയുന്നു, അവൻ്റെ രാജ്യം അന്വേഷിപ്പിൻ, അതോടുകൂടെ നിങ്ങൾക്ക് ഇതും കിട്ടും. ചിലർ പറയുന്നത് മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി നിങ്ങൾക്കെല്ലാം കിട്ടും. ബൈബിൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. കർത്താവ് ഒരിക്കലും അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. കർത്താവ് പറഞ്ഞത് മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടി നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ദൈവം നിങ്ങൾക്ക് തരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിച്ചാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ജെറ്റ് തരും എന്നൊന്നും ഈ വാക്യം വായിച്ച് വ്യാഖ്യാനിക്കരുത്. അത് തെറ്റാണ്. നിങ്ങളുടെ ആവശ്യം അവൻ നടത്തിത്തരും. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ അതിൻ്റെ 1-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിച്ചുകൊള്ളുവിൻ. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഉയരത്തിലുള്ളത് അന്വേഷിക്കണം, ഉയരത്തിലുള്ളത് ചിന്തിക്കണം. അതാണ് കർത്താവ് ഇവിടെ പറയുന്നത്. ദൈവത്തിൻ്റെ രാജ്യം, നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിനെക്കുറിച്ച് കൺസേൺഡ് ആയിരിക്കുകയും ചെയ്യുക. അല്ലാതെ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ധരിക്കും, ഇത്തരം കാര്യങ്ങളെ ഓർത്ത് വിചാരപ്പെടരുത്. പകരം ദൈവരാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുക. 32-ാം വാക്യത്തിൽ ചെറിയ ആട്ടിൻകൂട്ടമേ എന്ന് വെച്ചാൽ നിങ്ങളെപ്പോലെയുള്ള അധികം ആളുകൾ ഈ ഭൂമിയിൽ ഇല്ലെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. പല ആളുകളും പറയാറുണ്ട്, അന്ത്യകാലത്ത് വലിയ ഉണർവുണ്ടാവും, അനേകർ ദൈവത്തിങ്കിലേക്ക് തിരിയും. ഇല്ല, പുതിയ നിയമം അങ്ങനെ പഠിപ്പിക്കുന്നേയില്ല. നാശത്തിലേക്ക് പോകുന്ന വഴി വിശാലം, അതിലെ പോകുന്നവർ അനേകർ. എന്നാൽ ജീവനിലേക്കുള്ള വാതിൽ ചെറുതും വഴി ഇടുക്കമുള്ളതും എന്ന് കർത്താവ് പറഞ്ഞു. അതിൻ്റെ അർത്ഥം അതിലെ പോകുന്ന ആളുകളും കുറവാണ്. അപ്പോൾ ഈ നിലയിൽ ഭാവിയെക്കുറിച്ച് വറീഡല്ലാതെ, ചഞ്ചലപ്പെടാതെ, ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾ അവരൊരു ചെറിയ കൂട്ടമാണ്, ചെറിയ ആട്ടിൻകൂട്ടമേ എന്ന് വിളിച്ചിട്ടാണ് കർത്താവ് പറഞ്ഞത്. ഭയപ്പെടരുത്, നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇതുവരെ ശിഷ്യന്മാരെ കർത്താവ് പറഞ്ഞ് പ്രബോധിപ്പിച്ചത്, നിങ്ങൾ ഭക്ഷണത്തിനായി വറീഡാവരുത്, എന്തു കുടിക്കും അതിനായിട്ട് നിങ്ങൾ ചിന്തിച്ച് വിചാരപ്പെടരുത്, എന്ത് ധരിക്കും അതിനായി നിങ്ങൾ വിചാരപ്പെടരുത്. കാരണം എന്താ? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് നല്ലൊരു സദ്യ തരാൻ പോകുന്നു എന്നല്ല കർത്താവ് പറഞ്ഞത്. നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് കുടിക്കാൻ നല്ല വീഞ്ഞ് തരും അതല്ല പറഞ്ഞത്. നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് മോടിയുള്ള വസ്ത്രം തരും അതല്ല പറഞ്ഞത്. നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് രാജ്യം തരും, ഒരു രാജ്യം നിങ്ങൾക്ക് തരുമെന്നാണ് പറഞ്ഞത്.
ഇവർ എന്തിനെക്കുറിച്ചാണ് വറീഡാവുന്നത്? ഭക്ഷണം, വസ്ത്രം, എന്തു കുടിക്കും. പിതാവ് ഇവർക്ക് എന്താണ് തരാൻ ഉദ്ദേശിക്കുന്നത്? ഒരു രാജ്യം എന്ന് വെച്ചാൽ ആ രാജ്യത്തുള്ളത് മുഴുവൻ ഇവർക്കുള്ളതാണ്. അതാണ് പിതാവ് ഇവർക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവർ ചിന്തിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? അയ്യോ, എന്ത് കഴിക്കും, എന്ത് കുടിക്കും, എന്ത് ധരിക്കും. പ്രിയ സുഹൃത്തേ, നിങ്ങൾ ഭൗതിക കാര്യങ്ങളെക്കുറിച്ച് വറീഡാവുമ്പോൾ, വ്യാകുലപ്പെടുമ്പോൾ ഇതാണ് നിങ്ങളും ചെയ്യുന്നത്. നിങ്ങൾക്ക് രാജ്യം തരാൻ പ്രസാദിച്ചിരിക്കുന്ന ദൈവത്തെ നിങ്ങൾ അപമാനിക്കുകയാണ്. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? 33-ാം വാക്യം, നിങ്ങൾക്കുള്ളത് വിറ്റ് ഭിക്ഷ കൊടുപ്പിൻ. സാറിന് ആളുകൾ പറയാറുണ്ടല്ലോ, മനസമാധാനം കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റുമോ? ഇല്ലെന്നാണ് പലരും പറയുന്നത്. ശരിയാണ്, കടയിൽ നിന്ന് നമുക്ക് മനസമാധാനം വാങ്ങാൻ കഴിയില്ല. എന്നാൽ കർത്താവ് പറഞ്ഞത് നിങ്ങളുടെ കയ്യിലുള്ള വസ്തുവകൾ കൊണ്ട് നിങ്ങൾക്ക് മനസമാധാനം വാങ്ങാൻ പറ്റുമെന്നാണ്. അതവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ളത് വിറ്റ് ഭിക്ഷ കൊടുപ്പിൻ. അങ്ങനെ ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? കള്ളൻ അടുക്കുകയോ പുഴു കെടുക്കുകയോ ചെയ്യാത്ത സ്വർഗത്തിൽ പഴകിപ്പോകാത്ത മടിശീലകളും തീർന്നു പോകാത്ത നിക്ഷേപവും നിങ്ങൾക്ക് ഉണ്ടാക്കിക്കൊള്ളുവിൻ. സ്വർഗത്തിൽ നിക്ഷേപിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഇപ്പോഴുള്ള ഭൗതികമായ നന്മകൾ, അനുഗ്രഹങ്ങൾ, ഭൗതികമായ വസ്തുക്കൾ, പണം, ഇതൊക്കെ സ്വർഗത്തിലെ നിക്ഷേപമാക്കി മാറ്റാൻ സാധിക്കും. അങ്ങനെ ചെയ്താൽ നിങ്ങൾ പിന്നെ ഈ ഭൂമിയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യാകുലപ്പെടുകയില്ല. നിങ്ങൾ ചിന്തിക്കുന്നത് സ്വർഗത്തിലുള്ളതിനെക്കുറിച്ചായിരിക്കും. കാരണം നിങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിലാണ്. ഈ ഭൂമിയിൽ വ്യാകുലപ്പെടാതെ, ചഞ്ചലപ്പെടാതെ ജീവിക്കാനുള്ള ഒരു പൊടിക്കൈയാണ് കർത്താവ് പറഞ്ഞു തന്നത്. എന്താണ്? ഈ ഭൂമിയിലുള്ള നിങ്ങളുടെ ഭൗതിക നിക്ഷേപങ്ങളെ സ്വർഗീയ നിക്ഷേപങ്ങളാക്കി മാറ്റുക. അത് ചെയ്താൽ വളരെ ലളിതമായ ഒരു കാര്യം 34-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ നിക്ഷേപമുള്ളിടത്ത് നിങ്ങളുടെ ഹൃദയം ഇരിക്കും. കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു, നിങ്ങളുടെ ചിന്ത സ്വർഗത്തിലുള്ളതിനെക്കുറിച്ചായിരിക്കണം, ഉയരത്തിലുള്ളത് ചിന്തിപ്പിൻ എന്ന് പൗലോസ് പറഞ്ഞു. പക്ഷേ പലർക്കും ഉയരത്തിലുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം അവരുടെ നിക്ഷേപം ഈ ഭൂമിയിലാണ്. ഈ ഭൂമിയിലുള്ള നിക്ഷേപങ്ങളെ സ്വർഗീയ നിക്ഷേപങ്ങളാക്കി മാറ്റിയാൽ നിങ്ങൾ സ്വർഗത്തിലുള്ളതിനെക്കുറിച്ച് ചിന്തിക്കും. നിങ്ങൾ ഈ ഭൂമിയിലുള്ള നിക്ഷേപങ്ങൾ ഈ ഭൂമിയിൽ തന്നെ സൂക്ഷിച്ചാൽ നിങ്ങൾ അതിനെക്കുറിച്ച് വ്യാകുലപ്പെടുന്നവരായിരിക്കും. എന്തു തിന്നും, എന്തു കുടിക്കും, എന്തു ധരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നിങ്ങളുടെ ജീവിതം കഴിച്ചുകൂട്ടാം. പക്ഷേ ദൈവത്തിൽ വിശ്വസിക്കുന്നവർ അങ്ങനെയല്ല. അവർ ഉയരത്തിലുള്ളത് ചിന്തിക്കും. ലോകജാതികളെപ്പോലെ ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ച് വ്യാകുലപ്പെടുന്നവരായിരിക്കില്ല അവർ. പ്രിയ സുഹൃത്തേ, നിങ്ങൾ സ്വർഗത്തിലുള്ളതാണോ ചിന്തിക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിലല്ല. അതേക്കുറിച്ച് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഞങ്ങളുടെ ഫോൺ നമ്പർ 09882219570 09880221957. വചനദീപം